ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് മാത്രം. ലേറ്റ് നൈറ്റ് എന്തായിരുന്നു, ഇന്നത്തെ ദിവസം അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്തായിരുന്നു, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഓർ സബ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്തായിരുന്നു ലേറ്റ് നൈറ്റ് ഓർ ഇന്നത്തെ ദിവസം അവർക്ക് നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഫീലിങ്സ് എന്താണ്, കറണ്ട് ഫീലിങ്സ് എന്താണ്. ത്രീ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്, ജസ്റ്റിസ്, ത്രീ ഓഫ് കപ്സ്, നയൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾ. ടു ഓഫ് വൺസ് ആണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സോഡിയക് സൈൻ പറയുകയാണെങ്കിൽ ലിബ്ര അക്യൂറിയസ്, ലിബ്ര എഗെയിൻ വന്നിട്ടുണ്ട്, ക്യാൻസർ, സാജിറ്റേറിയസ്, ടോറസ് വന്നിട്ടുണ്ട് ആൻഡ് ഏരീസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സണ് ലേറ്റ് നൈറ്റ് ഓർ ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്ന കറണ്ട് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വന്നിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് ത്രീ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ത്രീ ഓഫ് സോർട്സിൻ്റെ എനർജി വരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് അവർ ഇമോഷണൽ പെയിൻ നല്ല രീതിക്ക് തന്നെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഓർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമായിരിക്കാം. അതായത് ഒരു സെപ്പറേഷൻ പോലത്തെ അവസ്ഥയിൽ നിൽക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥ ഫേസ് ചെയ്യുന്നുണ്ടാകാം. അപ്പം ഒരു ഇമോഷണൽ പെയിൻ ഈ പേഴ്സൺ ഉണ്ട് ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട്. ഓക്കെ, നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട് ഇവർ. ഇമോഷണലി നിങ്ങളുടെ അടുത്ത് നല്ലോണം കണക്ട് ആവുന്നുണ്ട്. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു തോറ്റിട്ടുള്ളൊരു ഫീൽ അവർക്ക് വരുന്നുണ്ട്. ഡിപ്രഷൻ പോലത്തെ അവസ്ഥയുണ്ട്. ഡിസിഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ളത് ആക്ഷൻ എടുക്കുന്നതെല്ലാം സ്ലോ ആയി പോവാണ്. അപ്സെറ്റ് ആവുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് ഇവർക്കുള്ളൊരു ബ്രോക്കൺ സ്റ്റേജ് ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. സോ ഈ പേഴ്സൺ ഇപ്പോഴും ഒരു ഹോപ്പ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, നിങ്ങളിപ്പം സെപ്പറേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇവരെപ്പം കയറി ചെന്നാലും നിങ്ങൾ സ്വീകരിക്കും എന്നുള്ളൊരു ഹോപ്പായിരിക്കാം. അല്ലെങ്കിൽ സ്റ്റിൽ നിങ്ങൾ അവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ ഇവരെ വിട്ടു പോകത്തില്ല എന്നുള്ളൊരു ഹോപ്പായിരിക്കാം. സോ ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട് ഇവർക്ക്. ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരു ഹീലിംഗ് സ്റ്റേജിലൂടെ ഇവർ പോകുന്നുണ്ട്. അതായത് ഒരുപാട് കരയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി ഇഷ്യൂസ് നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഇവർ സഫർ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളും അതുപോലെ തേർഡ് പാർട്ടി ഇഷ്യൂവും വെച്ചിട്ട് ഇവർ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊരു ഹീലിംഗ് ആവശ്യമായിരിക്കും. അപ്പോൾ ആ ഹീലിംഗ് സ്റ്റേജിലൂടെ ഇവർ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആവുക നിങ്ങളായിട്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക് നിങ്ങളിലൊരു പ്രതീക്ഷ വെക്കുക, ഹോപ്പ് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും. ആൻഡ് ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ഇത് ട്രൂത്തിൻ്റെ കാർഡാണ്. സോ ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളത്. അതായത് ഇത്രയും നാളും ആരേക്കോ പേടിച്ചിട്ട് ഇവർ നിങ്ങൾക്കൊരു ഈക്വാലിറ്റിയോ അല്ലെങ്കിൽ ക്ലാരിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടാവില്ലായിരിക്കും. അതായത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്നിട്ട്. അത് ഇപ്പം അവർ തരാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ആ ഒരു ട്രൂത്ത് നിങ്ങൾ അറിയിക്കണം, അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾ അറിയിക്കണം എന്നുള്ളതാണ്. ഇവിടെ ത്രീ ഓഫ് സോർട്സിൻ്റെ എനർജി വരുമ്പം സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പാസ്റ്റിൽ മീൻസ് ഈ പേഴ്സൻ്റെ കൂടെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ആ മൊമെന്റ്സ് ഒക്കെ അവർ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള അങ്ങനെയുള്ള എല്ലാ മൊമെന്റ്സും ആലോചിക്കും. അതായത് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം, നിങ്ങൾ ഒന്നിച്ച് എവിടെ പുറത്തൊക്കെ പോയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്തതായിരിക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലും പാർട്ടി സംതിങ് ഫങ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നിച്ച് നിന്നതായിരിക്കാം. അപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ പാസ്റ്റിലുള്ള സെലിബ്രേഷൻസ് എല്ലാം തന്നെ അവർക്ക് ആലോചിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ്. അത് അവർ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. സോ മെമ്മറീസുകളിൽ സ്റ്റക്ക് ആവുക ഓർ മിസ് ചെയ്യുന്നൊരു എനർജിയാണിത്. നയൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട്.
ഈ 9 ഓഫ് വൺസിന്റെ എനർജീനകത്ത് ഇവര് ലാസ്റ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പോവാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്ക് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ഇവരുടെ ഫീലിങ്സ് ആണ് നോക്കുന്നത്. അപ്പൊ ഫീലിങ്സിനകത്ത് മെയിൻലി ഇവർക്ക് ഒരു ചേഞ്ചിന്റെ എനർജിയാണ് വരുന്നത്. അതായത് ഇവരൊരു ആക്ഷൻ എടുക്കാൻ പോകുന്ന പോലെ ജസ്റ്റിസ് വരുമ്പം നിങ്ങൾക്ക് ജസ്റ്റിസ് തരാൻ പോവാണ്, ട്രൂത്ത് നിങ്ങൾ അറിയിക്കാൻ പോവാണ്, നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാൻ പോവാണ്, ഈക്വാലിറ്റി തരാൻ പോവാണ്. സോ അത് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു കാർഡ് വരുമ്പോൾ 9 ഓഫ് വൺസും കൂടി ജസ്റ്റിസും കൂടി വരുന്ന സമയത്ത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പം ഇവിടെ ഇങ്ങനെ പറയാൻ സാധിക്കും, നിങ്ങളിലേക്കുള്ള ഒരു ലാസ്റ്റ് സ്റ്റാൻഡ് അവർ എടുക്കാൻ വേണ്ടി പോവാണ് എന്നുള്ളതാണ്. ആൻഡ് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ട്. പിന്നെ കിങ് ഓഫ് പെൻഡക്കിളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ഈ റിലേഷൻഷിപ്പിനെ നല്ലൊരു വെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആക്കി എടുക്കണം, സക്സസ് ആക്കി എടുക്കണം എന്നൊരു തോട്ട് ഇവർക്ക് ഉണ്ട്. അതായത് നിങ്ങളുടെ കൂടെ ഇവർ ഭയങ്കര കംഫർട്ടായിരുന്നു, നിങ്ങളുള്ള സമയത്ത് ഇവരുടെ ലൈഫിൽ ഇവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, ആൻഡ് സക്സസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, അബൻഡൻസ് ഉണ്ടായിരുന്നു, പ്രോസ്പെരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം അവർക്ക് മിസ് ചെയ്യണത് പോലെയാണ്. സോ നിങ്ങൾ ഉള്ളപ്പം അവർക്കൊരു ഭാഗ്യം പോലെ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പേഴ്സണെ പോലെ, ഒരു സപ്പോർട്ടീവ് പേഴ്സണെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തന്നെ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് വരാൻ ഇവിടെ തയ്യാറാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 2 ഓഫ് വൺസ്, ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏജ് ഡിഫറൻസ് ഓർ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ലോങ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കാം, മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, കാണാൻ പറ്റാത്ത സ്ഥലത്തായിരിക്കാം. ഓക്കെ, ആൻഡ് ഈ പേഴ്സൺ ഇപ്പൊ ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ടാവുമായിരിക്കാം, അതായത് എന്തെങ്കിലും ബിസിനസ് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ടാകാം. അപ്പൊ നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. ഈ ഡിസ്റ്റൻസ് അവർക്ക് റീകണക്ട് ആക്കണം എന്നുള്ളതാണ്. അതാണ് അവരുടെ മെയിൻലി ഉള്ളൊരു പ്ലാൻ ആയിട്ട് അതാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളും ഇവരുടെ ഒരു ഗോളായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഈ പേഴ്സണെ റിട്ടേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് നടക്കുമെന്ന് കാണുന്നു. ഇപ്പോഴും കോള് മെസ്സേജ് ഒക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. ഇത് നമ്മളിപ്പം ഫീലിങ്സ് ഇവിടെ കണ്ടു. ഇവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫീലിങ്സ് ഭയങ്കര ഇമോഷണലി കണക്ട് ആയി നിൽക്കുന്നതാണ്, ആൻഡ് ഹോപ്പ് കൊടുത്ത് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്, സെലിബ്രേഷൻസ് മിസ് ചെയ്യുന്ന ഒരാളാണ്, ആൻഡ് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ആക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറയുന്നത്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരിക, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് അട്രാക്ട് ആയി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നെഗറ്റീവ് തോട്ട്സിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഓക്കെ, കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണോ, ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സോ നിങ്ങളത് ആഗ്രഹിക്കുന്നത് നെഗറ്റീവ് ഫേസ് ആണെങ്കിൽ ആ ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് അയ്യോ എന്നെ ചിന്തിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ എക്സാക്ട്ലി അവിടെ അതായിരിക്കും നടക്കുക. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട്, അതിൽ സക്സസ് കിട്ടും അല്ലെങ്കിൽ അതിൽ റിസൾട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. ഇത് മാനിഫെസ്റ്റേഷൻ സക്സസിന്റെ കാർഡാണ്. ആൻഡ് ഇൻഫർമേഷൻ, കോള്, മെസ്സേജ് എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്കോ സബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഉള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇതിനകത്ത് ഇവരുടെ ഒരു മാറ്റം, ചേഞ്ച് നിങ്ങൾക്ക് ഓവറോൾ എപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്ന് പറയുകയാണെങ്കിൽ ന്യൂമറോളജിക്കലി നോക്കുകയാണെങ്കിൽ 3 എന്ന നമ്പറാണ് ഇവിടെ കൂടുതലും വന്നേക്കുന്നത്. സോ 3 എന്ന് പറയുമ്പം ഇത് 3 month ഓർ 3 weeks ഓർ 3 days ആയിരിക്കാം. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം. ചിലർക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടാം, ചിലർക്ക് സ്ലോ ആയിരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് 3 month 3 days ഓർ 3 weeks എന്ന് പറയുന്നത്. ഓക്കെ.